പഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി മോഹനാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. സ്വാഗതം ശ്രീമതി ലില്ലി. കഴിഞ്ഞ ഭരണ കാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രാധാന്യം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ ഏത് വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഉദ്യോഗസ്ഥർ എത്തിയാലും ആദ്യമായി വരുന്നത് നമ്മുടെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. 50,000-ഓളം ജനസംഖ്യയും 20 വാർഡുകളും ഉള്ളതായ അതിവിശാലമായ വലിയൊരു ഗ്രാമപഞ്ചായത്താണ് വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ പുരോഗതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയായാലും മറ്റ് ക്ഷീരമേഖലയായാലും പശ്ചാത്തല മേഖലയിലായാലും എല്ലാ രംഗത്തും വളരെയധികം നേട്ടങ്ങൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കൃഷിയിൽ തന്നെ ഈ പൂക്കൃഷി, അതോടൊപ്പം തന്നെ തണ്ണിമത്തൻ കൃഷി എന്നിവയെല്ലാം തന്നെ ഈ ഒരു പഞ്ചായത്ത് അതിൽ 100% വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? അതെ 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 മേഡം, 100%-ഓളം വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും അതിനോടൊപ്പം നടത്തപ്പെടുന്നുണ്ട്. ക്ഷീരഗ്രാമം എന്നറിയപ്പെടുന്നതായ വലിയൊരു പ്രോജക്റ്റ് നമുക്ക് നടത്താൻ സാധിച്ചു. ഒത്തിരി ആൾക്കാർ അതിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ നല്ലൊരു വരുമാനം അതിൽ നിന്ന് കണ്ടെത്തുവാനും കർഷകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഒപ്പം തന്നെ ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഈ നഗരവൽക്കരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഈ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അതെ, തീർച്ചയായിട്ടും ഉണ്ട് മാഡം. ഈ ടൂറിസത്തിനും അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ എത്തരത്തിലാണ് ഈ ടൂറിസം മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ വിനോദസഞ്ചാരികളെ അടക്കം തന്നെ ആകർഷിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? പ്രധാനമായ 2 ടൂറിസം മേഖലകളാണ് ഉള്ളത് മാഡം. അതില് നമ്മുടെ ശാസ്താംപാറ അത് KTDC ഏറ്റെടുത്ത് നേരത്തെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ തന്നെയും പഞ്ചായത്ത് ഇടപെട്ട് ധാരാളം ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ വേസ്റ്റ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായാലും ബയോബിൻ ആയാലും പിന്നെ നമ്മുടെ ലൈറ്റുകളായാലും തന്നെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നമ്മുടെ ശാസ്താംപാറയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേപോലെ പ്രാധാന്യമുള്ള മറ്റൊരു മേഖല കൂടി നമുക്കുണ്ട്, കടുമ്പുപാറയിൽ ധാരാളം ആൾക്കാർ പ്രത്യേക സീസൺ എന്നില്ലാതെ എല്ലാ ദിവസവും ധാരാളം ആൾക്കാർ കടുമ്പുപാറയിൽ കടന്നു വരാറുണ്ട്. ധാരാളം വിനോദസഞ്ചാരങ്ങളും അതോടൊപ്പം തന്നെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ പിടിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ഈ കടുമ്പുപാറയിലും എത്തിച്ചേരാറുണ്ട്. അവിടെയും അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ബയോ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം മാലിന്യങ്ങൾ അവിടെ സംസ്കരിക്കത്തക്ക സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് അവിടെ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിൽ ഊന്നിയിട്ടാണ് നമ്മളുടെ സംസ്ഥാനം ഒന്നാകെ ആ ഒരു ആശയത്തിൽ ഊന്നി നിരവധി പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും മാലിന്യ സംസ്കരണ രംഗത്ത് ഏതൊക്കെ ഈ ഒരു ടൂറിസം മേഖലയിൽ അല്ലാതെ പൊതുവായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്? ഹരിത കർമ്മ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും കൂടുതൽ MCFകളും ബയോബിനുകളും എല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടത്തി വരുന്നത്? നമ്മുടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തപ്പെട്ടു. പ്രത്യേകിച്ച് ഓരോ വാർഡിലും വാർഡ് തല ക്യാമ്പയിൻ കൂടുകയും അതോടൊപ്പം തന്നെ വാർഡ് തല ശുചീകരണ കമ്മിറ്റികൾ കൂടി ഓരോ വാർഡും എപ്രകാരം നല്ല രീതിയിൽ മാലിന്യമുക്തമാക്കാമെന്ന് ആലോചിക്കുകയും ചെയ്തു. നമുക്ക് 20 വാർഡുകളാണ് നിലവിലുള്ളത്. അതിൽ 2 വാർഡോളം വാർഡ് ഇപ്പോൾ ഇതിനകം തന്നെ മാലിന്യമുക്ത വാർഡായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ 2 വാർഡിലും മാലിന്യത്തിന്റെ അംശം വളരെ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ എത്തിക്കാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നു. 43 ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വാർഡിലും അവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതിലുപരിയായി നമ്മുടെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും സുരക്ഷോപകരണങ്ങൾ എന്നിവ പഞ്ചായത്തിൽ യൂണിഫോം ആയാലും പഞ്ചായത്തിൽ നിന്ന് തന്നെ നൽകി വരുന്നു. അതോടൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വാഹനം ഇലക്ട്രിക് വാഹനമുണ്ട്. അതിലുപരിയായിട്ട് നമ്മുടെ ബയോബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാലിന്യവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ നമുക്ക് ഈ റോഡിലെയും ഈ ഗതാഗത സൈഡുകളിൽ ഈ റോഡിന്റെ സൈഡുകളിലുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ വീടുകളിലായാലും തന്നെ കടകളിലും ഒക്കെ തന്നെ നമുക്ക് നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഈ പൊതുജലാശയ സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങളാണ് നൽകുന്നത്? ഈ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പൊതുജലാശയങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ഇത് മലിനമാകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? അതെല്ലാം സംരക്ഷിച്ചു വരുന്നുണ്ടോ ഇപ്പോഴും? മലിനമാകുന്ന ഒരു സാഹചര്യം കുറെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു മാഡം. പക്ഷേ ഇപ്പൊ ഈ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോഡിന്റെ സൈഡുകളെല്ലാം വൃത്തിയാക്കി തുടങ്ങിയപ്പോഴേക്കും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഈ വെള്ളത്തിലോട്ട് വലിച്ചെറിയുന്നതായ ആ സ്വഭാവം ജനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ധാരാളം അവയർനെസ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകൾ ജനങ്ങൾക്ക് നൽകിയതിന്റെ ഭാഗമായിട്ട് അവയെല്ലാം നമുക്ക് ഒരു പരിധി വരെ ക്രമീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ഒരു പഞ്ചായത്തിലെ ആളുകൾക്കായി നമുക്ക് വീടുകൾ ഈ ലൈഫ് ഭവന പദ്ധതിയും അതോടൊപ്പം തന്നെ ഈ PMAY പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എത്രത്തോളം ആളുകളിലേക്ക് വീടുകളെല്ലാം തന്നെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം വീടുകൾ നമുക്ക് ആദ്യം ST വിഭാഗത്തിലുള്ള വീടുകളെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയ വീടുകളെല്ലാം തന്നെ നമ്മൾ കൊടുത്തു തീർത്തു കഴിഞ്ഞു. SC വീടുകളും ഏകദേശം SC വീടുകളും കൊടുത്തു. അതോടൊപ്പം SC മെയിൻ്റനൻസ് ഇപ്പൊ നിലവിലുള്ള വർഷം ഓൺഗോയിങ് ആയിട്ട് 4-5 വീടുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലുപരിയായിട്ട് ജനറൽ വീടുകൾ ഒരു 150-നകത്തോളം വീടുകൾ നമുക്ക് ഇതിനകം തന്നെ ചിലത് പൂർത്തീകരിക്കുവാനും ചിലതിന്റെ പണികൾ ഓൺഗോയിങ് ആയിട്ട് നടന്നു വരുന്നു. പിന്നീട് ഇപ്പൊ തന്നെ നിലവിൽ എഗ്രിമെന്റ് വയ്ക്കുന്നതായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. എഗ്രിമെന്റ് വെച്ചവർക്ക് ഫസ്റ്റ് ഗഡും സെക്കൻഡ് ഗഡും കൊടുത്തതും ഇങ്ങനെ ഓരോ സ്റ്റേജിലായിട്ടാണ് വീടുകളുടെ ഇപ്പോഴത്തെ പുരോഗതി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, എല്ലാം ഓൺഗോയിങ് വർക്കുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ കൊടുത്ത 2018 മുതൽ കൊടുത്തതായ വീടുകളെല്ലാം തന്നെ 150-200-നകത്തുള്ള വീടുകൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞു. നിലവിലുള്ള വീടുകളെല്ലാം ഓൺഗോയിങ് വർക്കുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും എല്ലാം വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? നമുക്കൊരു ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ബഡ് സ്കൂളിൽ തന്നെ ഒത്തിരി നമ്മുടെ ഭിന്നശേഷി കുട്ടികളുണ്ട്. അവരുടെ കലാപരമായും കായികപരമായുള്ള വാസനകളെ വളർത്തിയെടുക്കുവാനും അവർക്ക് സ്വയം തൊഴിലായിട്ട് നമുക്ക് തുണിസഞ്ചി അതോടൊപ്പം പേന നമ്മുടെ പേനകൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം അവർ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വേണ്ടി അവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുവാനും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുവാനും പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഒത്തിരി പേരെ ഒരു ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വിനോദത്തിന് കൊണ്ടുപോയി അതിലൂടെ അവർക്ക് ആശ്വാസം നൽകുവാനൊക്കെ അല്ലെങ്കിൽ അവർക്കൊരു എൻജോയ്മെന്റ് നൽകുവാനൊക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു അവസരം കൂടെയാണ്. തീർച്ചയായും അത്തരം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇനിയും പഞ്ചായത്ത് നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ അടക്കം കണ്ടു ഈ യുവാക്കളടക്കം ഇപ്പോൾ ഈ ലഹരിയുടെ വലിയൊരു കെണിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളടക്കം തന്നെ അത്തരത്തിലൊരു കെണിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഈ കായിക മേഖലയിലേക്ക് കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും കായിക മേഖലയിലേക്ക് നമ്മൾ കുട്ടികളെ ആകർഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ക്ലബ്ബുകളെല്ലാം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ലബ്ബുകളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു. പിന്നെ വാർഡ് തല ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകൾ നമുക്ക് അവിടെ ജാഗ്രതാ സമിതി വഴി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും ഈ അവയർനെസ് ക്ലാസ്സിലൂടെ കുട്ടികൾ കൂടുതൽ ഈ ലഹരിയുടെ ഉപയോഗം വിട്ടുമാറി നല്ല രീതിയിൽ എത്തിച്ചേർന്നതിനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തി വരുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുമ്പോഴും നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടാകും. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നിലവിൽ ഈ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഒപ്പം തന്നെ ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ ഒരു പഞ്ചായത്തിൽ ആവിഷ്കരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കളിസ്ഥലം ആവശ്യമാണ്. പക്ഷേ നമ്മൾ വളരെയധികം പരിശ്രമിച്ചിട്ട് നമുക്ക് കളിസ്ഥലത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാല് നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡല MLA ബഹുമാനപ്പെട്ട IB സതീഷ് സാറിന്റെ
സഹായത്തോടെ നമുക്കിപ്പോൾ ഒരു കളിസ്ഥലത്തിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പേപ്പറെല്ലാം റെഡിയാക്കി വാല്യുവേഷന് പോയിരിക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ കളിസ്ഥലം പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഒരു വയോജന പാർക്കിന്റെ നമ്മുടെ ഉളപ്പൽ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ടക്കുളം എന്ന് പറയപ്പെടുന്ന ഒരു കുളമുണ്ട്. നമ്മുടെ നൂലിയോട് വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്ത് നമ്മുടെ ഒരു വയോജന പാർക്ക് ചെയ്യുന്നതിലേക്ക് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ പണികൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കുളമെല്ലാം നവീകരിച്ചു. അതിന്റെ സൈഡില് പിന്നെ കല്ലുകൾ കെട്ടുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട പണികളെല്ലാം ചെയ്തു വരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ അതൊരു വയോജന പാർക്കായി മാറി എല്ലാവർക്കും വിശ്രമത്തിനും വിനോദത്തിനുമുള്ള ഒരു ഭാഗമായി തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വിജയം കാണട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള പദ്ധതികൾ ഏത് തരത്തിലാണ് പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുടുംബശ്രീ അടക്കം ഇവർക്കായുള്ള തൊഴിൽ സംരംഭം അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്? ഉളപ്പൽ ഗ്രാമപഞ്ചായത്തില് നല്ല രീതിയിലുള്ള ഒരു കുടുംബശ്രീ പ്രവർത്തനമാണ് നിലവിലുള്ളത്. 450-ലധികം കുടുംബശ്രീ യൂണിറ്റുകൾ ഉളപ്പൽ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. ഇതിൽ പകുതിയിലധികം കുടുംബശ്രീ യൂണിറ്റുകൾക്കും സംരംഭങ്ങൾ അച്ചാറുകൾ, വിവിധതരം അച്ചാറുകൾ, അതേപോലെ തന്നെ കൊപ്ര, നമ്മുടെ മറ്റ് കായം, സോപ്പ്, നമ്മുടെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവർ വിവിധ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് അവരുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ജനകീയ ഹോട്ടൽ നമ്മുടെ പഞ്ചായത്തിന്റെ മുൻഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ ധാരാളം പേർക്ക് വായ്പകൾ എടുത്ത് വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്നതിലേക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് ധാരാളം കുടുംബശ്രീകൾ അത്തരം കുടുംബശ്രീ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് വായ്പ എടുത്ത് അവരുടെ സംരംഭങ്ങൾ നല്ല രീതിയിൽ നടത്തി വരുന്നു. കൂടാതെ തന്നെ വനിതകളുടെ വിനോദത്തിനുണ്ട് കായിക പരമായും കലാപരമായുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിലേക്ക് വേണ്ടി വനിതാ കലോത്സവം, വനിതാ ജംഗ്ഷൻ തുടങ്ങിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും വനിതകളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിന് സമ്മാനങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. കഴിഞ്ഞ മാസം തന്നെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനി ഭാവിയിലാണെങ്കിൽ പോലും തന്നെ ഇത്തരത്തിൽ വയോജന കേന്ദ്രങ്ങളും പാർക്കുകളും ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് യുവാക്കൾക്കായിട്ടുള്ള കളിസ്ഥലം എല്ലാം തന്നെ ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി മോഹനാണ് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളോട് പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ലില്ലി. ഓക്കെ മാഡം.